ഫാദർ ഫിലിപ്പ് കവിയിൽ ഇവിടെ ഇപ്പോൾ ഈ ജനക്കൂട്ടം തന്നെ പല വഴിക്ക് തിരിഞ്ഞ് അവർ പരസ്പരവും ജനപ്രതിനിധികൾക്ക് നേരെയും ഒക്കെ തമ്മിലടിയായി അക്രമമായി അത് കലാശിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമുക്കറിയാം സാഹചര്യമൊക്കെ ഇതാണ് എന്നറിയുമ്പോൾ പോലും നിയമം കയ്യിലെടുക്കാനോ അക്രമങ്ങളിലേക്ക് പോകാനോ തയ്യാറാകരുത്. അതിന് അവരെ പ്രേരിപ്പിക്കുക, അവരെ ബോധവൽക്കരിക്കുക എന്നത് കൂടി സമൂഹത്തിന്റെ ഉത്തരവാദിത്തമല്ലേ? ശ്രീമതി രേണുക, അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്, എപ്പോഴാ മനുഷ്യർ ഇതൊക്കെ ചെയ്യുന്നത്? തീരെ നിർവാഹമില്ലാതെ വരുന്നതല്ലേ. സാധാരണ ഇന്നലെ മിനിയാന്ന് ഈ ജനം അതുപോലെ ചെയ്തോ? എന്തുകൊണ്ട് ഇന്ന് ചെയ്തു നമ്മൾ ചിന്തിക്കണ്ടേ? ഈ ശ്രീ ജിതിൻ പറഞ്ഞതിനോട് എനിക്ക് പ്രതികരിക്കാനുണ്ട്. ഇരിട്ടിയില് എടൂർ എന്ന സ്ഥലത്ത് ഒരു പറമ്പിൽ ജോലി ചെയ്തതിന് 2 മനുഷ്യര്, അതിൽ ഒരാളുടെ പേര് നാരായണൻ എന്നായിരുന്നു. നാരായണൻ പേര് കേൾക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ കാട്ടുപന്നി ആക്രമിച്ച് കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചത് ഞങ്ങളുടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനാണ്. അവിടെ മതം നോക്കിയല്ല ചെയ്തത്. നിങ്ങളുടെ എത്ര പാർട്ടി പ്രവർത്തകര്, ഗവൺമെന്റിന്റെ ഏത് അധികാരികളാണ് അദ്ദേഹത്തെ വന്ന് സംരക്ഷിച്ചത്? അദ്ദേഹത്തിന് ഒരു ചികിത്സാ സഹായം കൊടുത്തില്ല, നിങ്ങൾക്കറിയാമോ? അതുപോലെ ഈ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള വാഗേരി എന്ന സ്ഥലത്ത് ആ മനുഷ്യനെ കടുവ കടിച്ച സ്ഥലത്ത് ഞാൻ തന്നെ പോയി. ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തില് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കൾ ഞങ്ങളാണ് അവിടെ ചെന്ന് ആദ്യമായിട്ട് അവർക്കൊരു 1 ലക്ഷം രൂപ സഹായധനം കൊടുത്തത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മരിച്ച പ്രിയപ്പെട്ട അജീഷിന് 10 ലക്ഷം രൂപ കൊടുത്തത് മാനന്തവാടി രൂപതയാണ്. ഇതൊന്നും മതം നോക്കിയൊന്നുമല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത്. അതിന്റെ കൂടെ ശ്രീ ജോൺ പെരുവന്താനം, ബഹുമാനപ്പെട്ട ജോൺ പെരുവന്താനത്തോട് എനിക്ക് പരിസ്ഥിതി പ്രവർത്തനോട് ഒരു വാക്ക് പറയാനുണ്ട്. ഈ മൃഗങ്ങളെ പ്രകോപിപ്പിച്ചു എന്ന് പറഞ്ഞു. ഏത് കാട്ടിൽ കയറിയാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യര് മൃഗങ്ങളെ പ്രകോപിപ്പിച്ചത്? ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ, ജനങ്ങളെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ തുരത്താതെ അവരെന്ത് ചെയ്യും? ആരോ കഴിഞ്ഞ ദിവസം ഒരു മൃഗസ്നേഹി ഒരു ഫോട്ടോ ഇട്ടേക്കുന്നത് കണ്ടു, ആരോ കല്ലെടുത്തെറിഞ്ഞത്. ഈ മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ പുഷ്പവൃഷ്ടി നടത്തി കാട്ടിലേക്ക് കയറ്റിവിടാൻ പറ്റുമോ? മനുഷ്യൻ തനിക്ക് പറ്റുന്ന ആയുധങ്ങളൊക്കെ എടുത്ത് അതിനെ കാട്ടിലേക്ക് കയറ്റിവിടാൻ നോക്കുകയാണ്. ഇവിടുത്തെ ഗവൺമെന്റ് അത് ചെയ്യാത്തപ്പോ പൊതുജനം ജീവന് വേണ്ടി ചെയ്തതാണത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അതിർത്തിയിൽ എന്തിനാണ് അത്യന്താധുനിക തോക്കുമായിട്ട് നമ്മുടെ സൈനികർ നിൽക്കുന്നത്? അതിന് കാരണം ഇന്ത്യയിലെ പൗരന്മാരെ ശത്രുക്കളെ ആക്രമിക്കാതിരിക്കാനാണ്. ഇന്ത്യൻ പൗരന്റെ ജീവനും സ്വത്തിനും വിലയുള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഇവിടുത്തെ പൗരരായ ഈ വനമേഖലയ്ക്ക് അടുത്ത് താമസിക്കുന്ന ജനവാസ കേന്ദ്രത്തിൽ താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ ഇവിടുത്തെ കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും നടപടികൾ സ്വീകരിക്കാത്തത്? ഈ നാട്ടിലെ ആളുകളുടെ ജീവന് സ്വത്തിന് സമയം അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. എന്നോട് ക്ഷമിക്കുക.